മലപ്പുറം പരാമർശത്തിന് പിന്നാലെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ മറ്റൊരു പ്രസ്താവന കൂടി വലിയ ചർച്ചയിലേക്ക് കടക്കുന്നു. പാലായിൽ ക്രിസ്ത്യൻ ആധിപത്യമെന്ന വെള്ളാപ്പള്ളിയുടെ വാക്കുകളാണ് മറ്റൊരു വിവാദത്തിന് കൂടി തിരികൊളുത്തുന്നത്. പാലായിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ പോലും ഈഴവ പ്രാതിനിധ്യം കുറവാണെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. മാണിസാർ സഹായിച്ചിട്ടുണ്ട്, എന്നാൽ മകൻ സൂത്രക്കാരനാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. വളർന്നോറും വളരുകയും ചെയ്യുന്ന പാട്ടുണ്ട് കേരളാങ്ങൾ. അവർ വളർന്നപ്പോഴും അവരെല്ലാം പങ്കിട്ട് കൊണ്ടുപോകുന്ന കേരളത്തിൻ്റെ സമ്പത്ത് കൊണ്ടുപോയി അവരെവിടെ എത്തി. നിൽക്കുന്നു പഴയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓർമ്മയുണ്ട്. PJS മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിന് പ്രൈവറ്റ് സെക്രട്ടറി ആരായിരുന്നു? കണ്ണന്താൻ പ്രൈവറ്റ് സെക്രട്ടറി, IAS-കാരനാണ്. അദ്ദേഹം പിന്നെ BJP ആയി, മന്ത്രിയായി. അദ്ദേഹം അന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഇറങ്ങി. ഇവിടെ ഞാൻ 34 ആളെ ഞാൻ ഈ ക്രിസ്ത്യാനിക്ക് കൊടുത്തത്, ഞാനിരുന്ന് ഒപ്പിട്ട്, എന്നിട്ട് ഈ ക്രിസ്ത്യാനിക്ക് നന്ദിയില്ല. ആകട്ടെ കസേര ഇരുന്നിട്ട് കൊടുത്തതാർക്കാണ്? ക്രിസ്ത്യാനിക്കാണ്. പിന്നെ മാണിസാർ ചില കാര്യത്തേക്ക് അപ്പം മകൻ സൂത്രക്കാരനാണ്, കരവിടെ. അപ്പം കുറച്ചുകൂടെ നീതി. പണ്ടൊരു നിങ്ങൾക്കറിയാമല്ല, ഒരു കോർപ്പറേഷൻ നമ്മൾ കണ്ടാൽ എൻ്റെ കോലമല്ല കത്തിച്ചത്, ഈഴവനെയാണ് മലപ്പുറത്ത് കത്തിച്ചത്. കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗുകാരി ഈഴവനെ കത്തിച്ചപ്പോൾ ആ വികാരമാണ് ഈ കൂടി നിൽക്കുന്ന ജനങ്ങൾ. പക്ഷെ സാക്ഷാൽ പിണറായി വിജയൻ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയതോടുകൂടി യുവമാരുടെ ക്ലച്ച് താഴ്ത്തി. പിന്നെ കണ്ടില്ല. ഞാൻ വലിയ വർഗീയവാദിയാണെന്നാണ് ഞാൻ അവിടെ പോയാണ് വലിയ കുഴപ്പം കാണിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു, ഞാൻ എന്ത് ചെയ്തു? എൻ്റെ സമുദായത്തിൽ ദുഃഖം ഞാൻ പറഞ്ഞില്ലേ? ആരായാലും പറഞ്ഞില്ലേ? സംഘപരിവാറിന്റെ നാവായി വെള്ളാപ്പള്ളി മാറുന്നുവെന്ന് VD സതീശൻ ആരോപിച്ചു. പ്രത്യക്ഷത്തിൽ വെള്ളാപ്പള്ളിയും പരോക്ഷമായി CPM-ഉം സംഘപരിവാർ അജണ്ട നടപ്പാക്കുന്നുവെന്നും സതീശൻ ആരോപിച്ചു. ഇതൊരു സംഘപരിവാർ അജണ്ട അവര് പ്രത്യക്ഷത്തിൽ പറയും. ഈ ഹെയ്റ്റ് ക്യാമ്പയിനാണ്, വിദ്വേഷം ഉണ്ടാക്കാൻ, ജാതി മതങ്ങൾ തമ്മിലുള്ള വിദ്വേഷം ഉണ്ടാക്കാൻ വേണ്ടി സംഘപരിവാറിന്റെ പ്രത്യക്ഷത്തിലുള്ള ഒരു അജണ്ട. അത് പരോക്ഷമായി കേരളത്തിന്റെ CPM-ന്റെ കൂടി അജണ്ടയാണ്. ഇത് രണ്ടും ഒരുമിച്ച് പറയുന്നു, അത്രയല്ല. ആരും പറയരുത്, ആരും അത് പറയരുത്. ആരത് പറഞ്ഞാലും ഞങ്ങളത് തരും. ആര് പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ വിദ്വേഷത്തിന്റെ ക്യാമ്പയിനുമായി ആരിറങ്ങിയാലും ഞങ്ങൾ അവരെ ചേർത്ത് കൊടുക്കും. ഒരാളെ ഞങ്ങൾക്ക് ഭയമില്ല, ഒരാളെ. വെള്ളാപ്പള്ളി നടേശനെതിരെ രൂക്ഷ വിമർശനവുമായി കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയലും രംഗത്തെത്തി. സ്വന്തം സമുദായത്തിന്റെ ആവശ്യങ്ങൾ പറയുന്നതിന് മറ്റ് സമുദായങ്ങളെ അവഹേളിക്കരുതെന്നും ഫിലിപ്പ് കവിയൽ പറഞ്ഞു. ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾക്കെതിരെ വിദ്വേഷ പരാമർശങ്ങൾ ആവർത്തിക്കുന്നതിൽ സർക്കാർ നടപടി ഉണ്ടാകുന്നില്ലെന്നും ഫിലിപ്പ് കവിയൽ കുറ്റപ്പെടുത്തി. തീർച്ചയായും വെള്ളാപ്പള്ളി നടേശൻ എന്ന സമുദായ നേതാവിന് അദ്ദേഹത്തിൻ്റെ സമുദായത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി പറയാൻ അവകാശമുണ്ട്. അതിനെ ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്നുമുണ്ട്. പക്ഷേ അതൊരു മറ്റൊരു സമുദായത്തെ ഇകഴ്ത്തി പറഞ്ഞ് മറ്റൊരു സമുദായത്തിന് അവകാശങ്ങളെ ഹനിക്കണമെന്ന് പറഞ്ഞ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അദ്ദേഹം മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും പേരെടുത്ത് പറഞ്ഞ് ഇകഴ്ത്തി പറയുന്നതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹത്തെ ബഹുമാനിക്കുന്നതോടൊപ്പം സ്നേഹത്തോടെ അദ്ദേഹത്തോട് പറയുകയാണ്, അത്തരം വിദ്വേഷപരമായ പരാമർശങ്ങൾ നമ്മളുടെ ഈ സമൂഹത്തിൻ്റെ ഒരു സഹിഷ്ണുതയ്ക്കും നല്ല ഒരു ജീവിതത്തിന് നല്ലതല്ല. വിവരങ്ങളുമായി VV വിനോദ് ചേരുന്നു. വിനോദ്, വെള്ളാപ്പള്ളി നടത്തുന്ന വിമർശനങ്ങൾ അത് കൂടുതൽ ശ്രദ്ധ കിട്ടുന്നത് ഈ സമയത്ത് സഭകൾ CPM-നെതിരെ നിൽക്കുകയും സഭാധ്യക്ഷന്മാർ CPM-നെതിരെ പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് കൂടിയാണ്. സ്വാഭാവികമായിട്ടും മറ്റൊരു രാഷ്ട്രീയ തലത്തേക്ക് ഒരു ഇക്വേഷനിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണോ? 2026 തെരഞ്ഞെടുപ്പ് മുൻപ് തന്നെ ഇത്തരം ചില ചിത്രങ്ങൾ മാറുകയാണോ? കൂടുതൽ UDF അനുകൂല നിലപാടിലേക്ക് സഭകൾ ഒന്നടങ്കം മാറുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമോ? അതോ വെള്ളാപ്പള്ളി പറയുന്നതെല്ലാം CPM-ന്റെ ഉദ്ദേശത്തിനൊപ്പമാണ് എന്നൊക്കെ പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ ഇത് ഏതൊക്കെ തരത്തിലേക്ക് ഈ പ്രതികരണങ്ങൾ മാറുന്നു എന്നാണ് സൂചന? അപർണ, മലപ്പുറം പരാമർശം തന്നെ വലിയ വിവാദമായിരുന്നു, വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. വിദ്വേഷ പ്രസംഗമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാമർശമാണ് നടത്തിയത്. ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള പരാമർശം വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടായെന്ന ആക്ഷേപം വലിയ തോതിൽ ഉയർന്നു വന്നു.
വെള്ളാപ്പള്ളി അവിടെ നിർത്തുമെന്ന് കരുതിയവരുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു പടി കൂടി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ പാലായിൽ ക്രൈസ്തവ ആധിപത്യമാണ് എന്ന കാര്യം പറയുന്നു. തദ്ദേശ സ്ഥാപനങ്ങളിൽ ഈഴവർക്ക് തീരെ പ്രാതിനിധ്യമില്ല എന്ന കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു ആത്മവിശ്വാസമായി പറയുന്നത് മുഖ്യമന്ത്രി തന്നെ പിന്തുണച്ചു എന്ന കാര്യമാണ്. തനിക്കെതിരെ എല്ലാവരും വാളെടുത്തപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന വന്നു, അതോടുകൂടി അവരുടെ എല്ലാം പത്തി താണു എന്ന കാര്യമാണ് വെള്ളാപ്പള്ളി പറഞ്ഞു വയ്ക്കുന്നത്. അപർണ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ സീറോ മലബാർ സഭയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അത് MV ഗോവിന്ദനെതിരെ വരുന്നു. പാംപ്ലാനിയെ ആക്ഷേപിക്കുന്നു, അധിക്ഷേപിക്കുന്നു. ആ തരത്തിലുള്ള നിലപാടുമായി CPM-ഉം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും പോകുമ്പോൾ അത് അവസാനിപ്പിക്കണം എന്ന തരത്തിൽ സഭയുടെ ഒരു നിർദ്ദേശം വരുമ്പോൾ, മറുവശത്ത് വെള്ളാപ്പള്ളി ഈ മലപ്പുറം പരാമർശം എന്നതിനപ്പുറത്തേക്ക് കോട്ടയത്തെ കേന്ദ്രീകരിച്ചുകൂടി അദ്ദേഹത്തിൻ്റെ പ്രസ്താവന നടത്തുന്നു. അവിടെ സർക്കാരിന് അത് ഒരു പ്രതിരോധമാകുമോ, അതിനപ്പുറം തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ സ്വന്തം സമുദായ അംഗങ്ങൾക്ക് കൂടുതൽ അവസരം കിട്ടാൻ വേണ്ടി വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന ഒരു നീക്കമാണോ, ഇതെല്ലാം തന്നെ കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ അദ്ദേഹം ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോകുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. കഴിഞ്ഞ ദിവസം ഈ മലപ്പുറം പരാമർശത്തിൽ താൻ ഉറച്ചു നിൽക്കുന്നു, അതിൽ ആ നിലപാടിൽ ഒരു മാറ്റവുമില്ല. തന്നെ അവിടെ കത്തിച്ചെങ്കിൽ, അത് അദ്ദേഹം പറയുന്നത് കോലം കത്തിച്ചു, കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ അതിന് നേതൃത്വം നൽകി. അതുകൊണ്ടാണ് ഇന്ന് വലിയ ജനക്കൂട്ടം, ഈഴവരുടെ വലിയ പിന്തുണ തനിക്ക് ലഭിക്കുന്നത്. ഇന്ന് യോഗത്തിൽ പോലും വലിയ തോതിൽ ഈഴവ സമുദായ അംഗങ്ങൾ എത്തിച്ചേർന്നത് തനിക്ക് ലഭിക്കുന്ന കൂടുതൽ പിന്തുണയാണ്. തൻ്റെ സമുദായത്തിൻ്റെ കാര്യം താനല്ലാതെ മറ്റാര് പറയുമെന്ന് അദ്ദേഹം ചോദിക്കുന്നു. അവിടെയും ഈ വിദ്വേഷ പരാമർശം എന്ന ആക്ഷേപം ശക്തമായി ഉയർന്നു വരികയാണ്. ഏറ്റവും ശ്രദ്ധേയം പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ നിലപാടാണ്. അദ്ദേഹത്തിനെതിരെ തുടർച്ചയായി വെള്ളാപ്പള്ളി പരാമർശം നടത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. താൻ അടുത്ത തവണ സർക്കാർ UDF-ൻ്റേത് വന്നില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് VD സതീശൻ പറയുന്ന നിലയുണ്ടായി. അവിടെ ലീഗ് ഉൾപ്പെടെയുള്ളവർ സതീശനെ സംരക്ഷിച്ച് എത്തുന്ന ഒരു നിലയുമുണ്ടായി. എന്നാൽ ഇന്ന് സതീശൻ കുറച്ചുകൂടി പ്രകടമായി തന്നെ വെള്ളാപ്പള്ളിക്കെതിരെ നിലപാടെടുക്കുന്നു. വിദ്വേഷ പരാമർശമാണ്. CPM രഹസ്യമായി BJP-യുമായി അങ്ങനെ വിദ്വേഷ ശ്രമങ്ങൾ അല്ലെങ്കിൽ സമൂഹത്തെ വിഘടിക്കാനുള്ള തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. വെള്ളാപ്പള്ളി അത് പരസ്യമായി ചെയ്യുന്നുവെന്ന് തുറന്നടിക്കുക കൂടിയാണ് പ്രതിപക്ഷ നേതാവ്. ഏതായിരുന്നാലും വരും ദിവസങ്ങളിൽ ഈ പരാമർശങ്ങൾ, മലപ്പുറം പരാമർശമാകട്ടെ പാലാ പരാമർശമാകട്ടെ, ഇതെല്ലാം തന്നെ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്നത് ഉറപ്പാണ്. അപർണ. VV വിനോദ വിവരങ്ങൾ നൽകിയത്. CPM-നും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനുമെതിരെ സീറോ മലബാർ സഭ. ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിക്കെതിരെ CPM സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ നടത്തിവരുന്ന പ്രസ്താവനകൾ നിരുത്തരവാദപരവും തെറ്റിദ്ധാരണാജനകവുമാണെന്ന് സീറോ മലബാർ സഭ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു.